സേനാപതി വേണു, അതായത് കോൺഫിഡൻസിൽ ഘടകകക്ഷി കൂടെയുള്ള ആളുകളെ കോൺഫിഡൻസിൽ നിർത്താനും സ്വന്തം പാർട്ടിക്കാരെ പോലും കോൺഫിഡൻസിൽ എടുക്കാനും രാഹുലിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് വലിയൊരു വിമർശനമാണ്. നോക്കൂ, നേരത്തെ അംബേദ്കർ പരാമർശം നടത്തി, പക്ഷേ ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ചത് എവിടെയാണ്? അംബേദ്കറോട് ഈ കോൺഗ്രസ് ചെയ്ത കൊടും ചതിയുടെ വിവരങ്ങൾ അനാവൃതമാക്കപ്പെട്ടില്ലേ? അപ്പോൾ ഒരു ഷാർപ്പായ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങളുടെ നേതൃത്വം വലിയ പരാജയമാണ് എന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീലിമ, ഞങ്ങളുടെ പാർട്ടി 140 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ 58 കൊല്ലം ഈ രാജ്യം ഭരിച്ചവരാണ്. BJP അതിൻ്റെ ഒരു 1980 രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയുടെ ക്ലൈമാക്സിൽ, അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെത്തി. അതിനുശേഷം അവരുടെ ഒരു ഡിമിനിഷിങ് സ്റ്റേജാണ്. ഇനി അവർക്ക് വളർച്ചയില്ല, അവർക്ക് തളർച്ചയുള്ളൂ. ഇനിയിപ്പോ യുവരാജൊക്കെ എന്ത് മാനദണ്ഡങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പോ ഞങ്ങൾ ഒരു കാര്യം ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അങ്ങേയറ്റം ദുർബലമായി അടിത്തറ കണ്ടുവല്ലേ? അല്ല, ഞങ്ങൾ നിങ്ങൾക്കൊരു വളർച്ചയില്ല എന്നല്ലേ BJP വിമർശിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? അല്ല, കേക്ക്, ഞങ്ങൾ 2ാം ഘട്ട വളർച്ചയുടെ പാതയിലാണ്. ആ വളർച്ചയാണ് ഞങ്ങൾ 44-ൽ നിന്ന് ഇപ്പോൾ 101-ൽ എത്തിയിരിക്കുന്നത്. ആ വളർച്ചയാണ് 303-ൽ നിന്ന് ഞങ്ങൾ BJP 240-ൽ എത്തിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്താൻ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP എവിടെ ശക്തമാണോ, അല്ലെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി, ഒരു സെക്കൻഡിൽ ഞാൻ അവിടെ എല്ലാം ആ നേതൃത്വ നിരയെ എതിർക്കാനുള്ള സംഘടനാ ശേഷിയും സംഘടനാ നേതാക്കളും കോൺഗ്രസിന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ കാര്യം ചോദിച്ചു, ഞങ്ങൾ എന്തിനാ ആം ആദ്മി പാർട്ടിയെ എതിർക്കുന്നത്? ആം ആദ്മി പാർട്ടി ഞങ്ങളെയാ തോപ്പിച്ചത്. ഞങ്ങളെ തോപ്പിച്ച ഷീലാ ദീക്ഷിതിനെ തോപ്പിച്ച് അവർ അധികാരത്തിൽ വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ അവരെ എതിർക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോ അതുകൊണ്ട് ഈ കക്ഷികളെല്ലാം പ്രാദേശികമായിട്ട് ഞങ്ങളെ തോപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ്. ഞങ്ങൾ ഇവരെയൊക്കെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ ഒരു ബഹുജന അടിത്തറ, അത് ഓൾ ഇന്ത്യ ലെവലിൽ BJPയേക്കാൾ താഴെ തട്ടിലുള്ള പാർട്ടിയാണ് ഞങ്ങൾ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് 2029-ൽ നമുക്ക് കാണാം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. സേനാപതി വേണു, വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ കുറിച്ച് പങ്കുവെക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. എന്തായിരിക്കും കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു പ്രകടനം? നുസ്രത്ത്, കോൺഗ്രസ് ഇപ്പൊ ഈ പറയണ ഇവിടുന്ന് ഓടി ഒളിച്ചിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ 58 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ എന്താ ഉണ്ടാക്കാൻ പറ്റിയേ? വയനാട്ടിൽ പോയിട്ട് മത്സരിച്ചിട്ട് സീറ്റ് വാങ്ങേണ്ടി വന്നില്ലേ ചേച്ചി, ചേട്ടനും അനിയത്തി? ആ സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് പോയി. ഇപ്പൊ ഞങ്ങൾ വളർച്ചയുടെ പാതയിലാണെന്ന് സേനാപതി വേണുജി പറഞ്ഞത്. റായ്ബറേലിയിൽ വന്നു, അവിടെ നിന്ന് എന്താ മാറാഞ്ഞ്? വയനാടുകാർക്ക് ഇത്ര അധികം ആവേശം കൊടുത്തിട്ട് റായ്ബറേലി വിട്ടിട്ട് വയനാടുകാരെ കൂടെ നിൽക്കണമായിരുന്നു. ആരും ഇല്ലാത്തപ്പോ സഹായിച്ചവരെ കൂടെ രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം, കോൺഫിഡൻസ് ഉണ്ടായില്ല. രണ്ടാമത് വരുമ്പോ അവിടെ തോറ്റു പോകുന്നുള്ള നല്ല ഷുവറായിരുന്നു. പിന്നെ ഡൽഹിയിൽ അവരുടെ ഒരു കാര്യം നടക്കില്ല. ഡൽഹിയില് പാണര് പാടുന്ന പാട്ട് പോലെയാണ് കോൺഗ്രസിനെ പറ്റി ആൾക്കാർക്ക് പറയാനുള്ളത്. ഈവൻ കോൺഗ്രസ്സുകാർ വരെ അവര് ചെയ്ത ഓരോ കുരുത്തക്കേടുകളും അവര് വന്ന്, പിന്നെ മോഡിജിക്ക് മക്കളില്ല, പിന്നെ ഇത് ഭരിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് അത് വിചാരിക്കേണ്ട. ആകെ ഇന്ത്യയിൽ ഇപ്പോ പിന്നെ തലമുറയായിട്ട് കുടുംബ പാർട്ടി അല്ലാതുള്ള ഒരു പാർട്ടി BJP. എവിടുന്നെങ്കിലും വളർന്ന് മോദി എത്ര പെട്ടെന്നാ നമ്മൾ കേട്ടെ? അതിന്റെ മുമ്പ് ആ ഇലക്ഷന്റെ മുമ്പ് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു നേതാവ് BJPക്ക് വേണ്ടിയിട്ട് RSS, നിങ്ങളെല്ലാം കുറ്റം പറയണ RSS കുറ്റം പറയണ അതുകൊണ്ടാണ്. അവരൊന്നുമില്ലാതെ അവരുടെ ഒരു രീതിയിൽ പിന്നെ ഒരു നേതാവ് എവിടുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരും രാജ്യം ഭരിക്കുക. ഇനി കോൺഗ്രസിന് ഇത്രയും തലയും വാലില്ലാത്തതെന്ന് തന്നെ പറയാ നമ്മുടെ കോഴിക്കോടൻ ഭാഷയിൽ. ശരത് പവാറിനെ പോലുള്ള രാഷ്ട്രീയ അധികായർ പോലും മനസ്സിലാക്കിയിരിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരത് പവാറിന്റെ RSS അനുകൂല നിലപാടിന് പിന്നിൽ എന്ത് എന്ന വിഷയമാണ് ജന ഡിബേറ്റ് പരിശോധിച്ചത്.